അങ്ങനെ യാങ് ആണെങ്കിൽ കൺസൾട്ടേഷന്റെ സമയമായില്ലേ, കണ്ണി കണ്ട സ്ഥലത്തൊക്കെ പോയി നിന്ന് കുട്ടികളെ പോലെ വിളിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നതും, ആഹാ നീ വീണ്ടും എന്നോട് ചൂടാവുകയാണെന്ന് സംഘ് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ബുക്ക് വായിച്ചു നിന്നതുകൊണ്ടാണ് ടൈം പോയതെന്ന് പറയുന്ന സംഘിനോട് ഏത് ബുക്കെന്ന് യാങ് ചോദിക്കുന്നതും ഇവൻ കാണിച്ചു കൊടുക്കുന്നത് ജൂക്കിയെ പറ്റി എഴുതിയിട്ടുള്ള ആ ഡയറി ആയിരിക്കും കേട്ടോ. ഇതല്ലേ ഇന്നലെ വായിച്ചെന്ന് ചോദിക്കുന്ന യാങ്ങിനോട്, ഇന്നലെ ഞാൻ ഇത് വായിച്ചിരുന്നു, എനിക്ക് ഓർമ്മയില്ലെന്നാണ് സംഘ് പറയുന്നത്. ഇതാ പറഞ്ഞ കൺസൾട്ടേഷൻ കറക്റ്റ് ടൈമിൽ എടുക്കണം. അല്ല ഈ ഞാൻ ആരാണെന്ന് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ യാങ് ജിനല്ലേ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് ചോദിക്കുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞ് പിന്നീട് ഇവൻ ഡോക്ടർ അടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവന്റെ തൊട്ടു മുന്നിലുണ്ടായിരിക്കെ ഡോക്ടർ യൂൻ തന്നെ ആയിരിക്കും കേട്ടോ. സംഘ് ആണെങ്കിൽ എനിക്ക് ഒരുപാട് മാറ്റമൊന്നും വന്നിട്ടില്ലാലേ എന്ന് ചോദിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നുമല്ല, ഒരു വർഷം മുന്നേ ബാൾട്ടിമോറിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ ഇയാൾക്ക് ഇയാളുടെ പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഡോക്ടറോട് അയ്യോ അത് ആലോചിക്കാനേ വയ്യ എന്നാണ് സംഘ് പറയുന്നത്. അതായത് സംഘ് ചെറുവുമണ്ണോട് പറഞ്ഞിരുന്നു ഗോൾട്ടിമേറിലേക്കാണ് പോകുന്നതെന്ന്. അപ്പൊ അത് ഡോക്ടർ അറിഞ്ഞിരിക്കണം. ഡോക്ടർ അവിടെ പോയി ഇവന് മീറ്റ് ചെയ്തിട്ടുണ്ട്. സംഘ് ലാസ്റ്റ് ഇവനെ മീറ്റ് ചെയ്തു പോകുന്ന ടൈമില് കുറ്റബോധമൊക്കെ ഉള്ള രീതിയിൽ ഡോക്ടർ നോക്കുന്നതും കണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കണം. സംഘ് ആണെങ്കിലോ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ ഈ അടുത്ത് നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കൊറിയയിൽ വന്ന ശേഷം എന്താ ഉണ്ടായി എന്ന് തീരെ ഓർമ്മയില്ല. ഞാൻ എങ്ങനെയുള്ള ആളായിരുന്നു, ഞാൻ ആരെയൊക്കെ മീറ്റ് ചെയ്തതെന്ന് ഡോക്ടറോട് ചോദിക്കുന്ന ടൈമില് ഡോക്ടർ ആണെങ്കിലോ താൻ നല്ല സ്മാർട്ടായിരുന്നു, അതുപോലെ റൊമാൻറ്റിക്കും ആയിരുന്നു എന്ന് പറയുന്നതും സംഘിന് ചിരിയാണ് വരുന്നത്. അപ്പൊ ഡോക്ടർ ആണെങ്കിൽ എന്താ അതിനെപ്പറ്റി അറിയാൻ ക്യൂരിയോസിറ്റി ഇല്ലേ എന്ന് ചോദിക്കുന്നതും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അതുപോലെ തന്നെ പേടിയുണ്ട്, കാരണം പ്രഷ്യസ് ആയിട്ടുള്ള ആരെയെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടെങ്കിലോ എന്നാണ് സംഘ് തിരിച്ചു പറയുന്നത്. ഡോക്ടർ ആണെങ്കിലോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹീലിംഗ് വില്ലേജിലേക്ക് പുതിയ ഗസ്റ്റുകളൊക്കെ വരും, അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ടതാണെന്നൊക്കെ പറയുന്നതും. അപ്പൊ സംഘ് ആണെങ്കിൽ ഒരു വർഷം മുന്നേ ബാൾട്ടിമേറിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്, അത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ഡോക്ടർ ആണെങ്കിൽ അല്ല, ഞാൻ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത ശേഷം US പോയിട്ട് സെറ്റിൽ ആവാനാണ് തീരുമാനിച്ചത്, ആ വഴിക്കാണ് തന്നെ ഞാൻ കണ്ടുമുട്ടിയത്, ശരിക്കും അതൊരു ലക്കായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്ന ടൈമിൽ എന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, തിരിച്ചു വരാൻ പോലും കഴിയില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്നിലുള്ള പ്രതീക്ഷ വിട്ടില്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സംഘിനോട് അല്ല തനിക്ക് ശരിക്കും എന്താ അറിയേണ്ടെന്നാണ് ഡോക്ടർ അപ്പൊ തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ സംഘ് ആണെങ്കിലോ അല്ല എനിക്ക് എന്തോ നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ തോന്നുന്നു എന്ന് പറയുന്നതും അത് പിന്നെ ഞാൻ തന്റെ ഡോക്ടർ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ ആ സംഭാഷണം അവിടെ വെച്ച് നിർത്തുന്നുണ്ട്. അതുപോലെ ഇനി എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വരികയാണെങ്കിൽ അത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ചിത്രമൊക്കെ വരയ്ക്കണമെന്നും പറയുന്നുണ്ട്. ഇവൻ പോയതിനു ശേഷം ഡോക്ടർ ആണെങ്കിൽ ഒരു ദിവസം എല്ലാം അവൻ ഓർമ്മ വരുമെന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനില് സംഘ് ആണെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വാങ്ങുന്നതും പിന്നീട് ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമില് അല്ല ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന യാങ്ങിനോട് എടോ എന്റെ ബ്രെയിനിൽ എല്ലാ ഓർമ്മകളുണ്ട്, അത് മാഞ്ഞു പോകുന്നൊന്നുമില്ല, പക്ഷെ അതെനിക്ക് വീണ്ടും റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും ഈ ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടല്ലോ, താൻ ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിക്കുന്ന സംഘിനോട് അതായത് ഇപ്പൊ ഇവന് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ യാങ് ആണെങ്കിൽ ഈ സ്ഥലം ഓർമ്മയില്ലേ, നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും സംഘിന് ഒട്ടും ഓർമ്മയുണ്ടായിരിക്കില്ല. സംഘ് ആണെങ്കിലോ യാങ്ങിന്റെ നെയിം കാർഡ് കാണുമ്പോൾ എടോ താൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനാണ് ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്, മാറ്റി വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് യാങ് അവിടെ പറയുന്നത്. അപ്പൊ സംഘ് ആണെങ്കിലോ തനിക്ക് എന്നെ 4 വർഷമായിട്ട് അറിയാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കണം എനിക്ക് തന്നെ മാത്രം എന്തോ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു എന്ന് സംഘ് പറയുന്നതും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡയറക്ടർ യാങ് എന്നൊന്നും വിളിക്കാതെ ചുരുക്കിയിട്ട് വളരെ കൂളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണല്ലോ മിസ്റ്റർ യാങ് എങ്ങാനും വിളിക്കാം, അല്ല താൻ എൻ്റെ ഫാമിലിയോ ലവറോ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇങ്ങനെ തന്നെയാണല്ലോ പണ്ട് യാങ്ങിനെ പറ്റി ഇവൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ ഷോ കേട്ടിട്ട് എനിക്ക് കുളിര് തോന്നുന്നു എന്ന് പറയുന്നതും എന്തിനെന്ന് ചോദിക്കുന്ന സംഘിനോട് ഇവൻ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. അതിനുശേഷം ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ സംഘ് ആണെങ്കിലും പുറത്തിറങ്ങി നടക്കുന്നതും പിന്നീട് കയറുന്നത് ഇവർ കയറാറുള്ള അതേ കഫയിലായിരിക്കും. ഇവനാണെങ്കിലോ ഇവരിയ്ക്കാറുള്ള അതേ പ്ലേസിൽ എത്തുന്ന ടൈമിൽ അവിടെ ജൂക്കിയുടെ ഒരു പോസ്റ്റർ കാണുന്നുണ്ട്. ഇത് കാണുന്നതും ഇവൻ സ്റ്റക്കായി നിൽക്കുന്നതും പെട്ടെന്ന് ഇവൻ ഓർമ്മയിൽ വരുന്നത് അന്ന് ഹൈനാനിൽ വെച്ചിട്ട് ഇവള് പിന്നെ കാണാന്ന് പറഞ്ഞു പോയ ടൈമിൽ ആ സ്റ്റെയറിന്റെ ഫോട്ടോ ഇവൻ എടുത്തിരുന്നു. ആ ഒരു കാര്യം ആലോചിച്ചെടുക്കുന്ന സംഘ് ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ വരയ്ക്കുകയോ എഴുതി വെക്കുകയോ ചെയ്യണമെന്ന്. ഇവനാണെങ്കിൽ അവിടെ ഇരുന്ന് അതിന്റെ ചിത്രമൊക്കെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ലേഡി ആണെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇത് റിസർവ്ഡ് ആണെന്ന് പറയുന്നതും ആ ടൈമിൽ സംഘം ഒരു കോള് വരുമ്പോൾ ഇവൻ ആ ചിത്രം വരച്ചതൊക്കെ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. കറക്റ്റ് ആ ടൈമിലാണ് ജൂക്കി അങ്ങോട്ട് വരുന്നതും. എന്നാൽ ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ജൂക്കി ഇവനെ കാണുന്നില്ല. ജൂക്കി ടേബിളിൽ എത്തുമ്പോൾ ഈ ചിത്രം കാണുന്നതും ഇവൾക്ക് കാര്യം കത്തുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അപ്പം തന്നെ ആ വെയിട്രസോടെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നല്ല നീളമുള്ള ജെന്റിൽമാൻ വന്നിരുന്നു, നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ധൃതിപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ഇതേ ടൈമില് തിരിച്ചു പോകുന്ന സംഘ് ആണെങ്കിൽ ചിരിക്കുന്നതും കാര്യം അന്വേഷിക്കുന്ന യാങ്ങിനോട് അല്ല നേരത്തെ ഞാനൊരു കഫേയിൽ കയറിയിരുന്നു, അപ്പോൾ ഒരു സീറ്റിൽ ഇരുന്ന ടൈമിൽ അത് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണെന്ന് പറഞ്ഞു, ഏതെങ്കിലും മന്ദബുദ്ധികൾ
ആയിട്ടുള്ള ആൺകുട്ടികൾ പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാനൊക്കെ ചെയ്യുന്നതായിരിക്കും ഈ ഡ്രാമാസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലേ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന യാങ്ങിന് ചിരിയാണ് വരുന്നത്. ഈ ഒരു ഡയലോഗ് ഞാൻ മുന്നേ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് യാങ് പറയുന്നതും ഇവൻ തന്നെയാണല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. സംഗ് ആണെങ്കിൽ അല്ലെങ്കിലും ഈ ഡ്രാമാസ് ഒക്കെ കാണരുത്, അതിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഭയങ്കര ക്രിഞ്ചാണെന്നൊക്കെ പറയുന്നതും യാങ്ങിനോട് വായിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യാങ്ങിന് ചിരി വരുന്നുണ്ടെങ്കിലും ഇവൻ തിരിച്ചൊന്നും പറയുന്നില്ല. ഇതേ ടൈമിൽ ജൂക്കിയാണെങ്കിൽ സംഗിന്റെ സ്റ്റഡി റൂമിൽ വന്നിട്ട് ആ ചിത്രവും അവളുടെ അവിടെയുള്ള ഒരു ചിത്രം ഉണ്ടല്ലോ അതും സെയിം ആണോ എന്ന് നോക്കുന്നതും ഇത് രണ്ടും സെയിം ആണെന്ന് കൺഫേം ആക്കി പിന്നീട് നഞ്ജുൻ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും സെയിം ആണല്ലോ എന്ന് നഞ്ജുൻ പറയുന്ന ടൈമിൽ അതേലെന്ന് പറഞ്ഞിട്ട് ഇവള് കാര്യങ്ങളൊക്കെ വിവരിക്കുന്നതും നീ ഇത് നിർത്തിയില്ലേ, ഇനി സംഗിനെ പറ്റി ഒരു കാര്യം പോലും പറയില്ല, ആലോചിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇത് തുടങ്ങിയോ എന്ന് ചോദിക്കുന്നതും നഞ്ജുൻ ഇവളെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിലും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. പിന്നീട് ഡോക്ടർ കിജുവിനെ മീറ്റ് ചെയ്യുന്നതും കിജുവിനെ ഈ ഒരു സ്ഥാനത്ത് കാണുമ്പോൾ ശരിക്കും ആശ്ചര്യം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് പറയുന്നുണ്ട്. അപ്പൊ കിജുവിനാണെങ്കിൽ ഈ പൊസിഷൻ എനിക്കും അത്ര ഫെമിലിയർ അല്ല, ഞാനും ശീലിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറയുന്ന കിജുവിനോട് അമ്മ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. ആളിപ്പോ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തേക്കൊന്നും വരാറില്ല. എന്തായാലും സംഗിനോട് ചെയ്തതിന് ആൾക്ക് ഇത്രയും കിട്ടിയല്ലേ പറ്റൂ എന്ന് കിജുൻ അവിടെ പറയുന്നുണ്ട്. ഹീലിംഗ് വില്ലേജ് ഈ മാസത്തിൽ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് പറയുന്ന ഡോക്ടറോട് ഇത് കേൾക്കുമ്പോൾ സംഗിന് ഒരുപാട് ഹാപ്പി ആകുമെന്നാണ് കിജുൻ പറയുന്നത്. ആളെ കാണുമ്പോൾ ഇത് നേരിട്ട് പറയണമെന്നും ഡോക്ടർ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത്, ഇപ്പൊ സമയമായെന്ന് തോന്നുന്നേന്ന് അവിടെ പറയുന്നുണ്ട്. അതായത് കിജുവിന് ഡോക്ടർ സംഗിനെ കൺസൾട്ട് ചെയ്യുന്ന കാര്യം അറിയാം. നെക്സ്റ്റ് സീനിൽ ഡോക്ടറെ മീറ്റ് ചെയ്യുന്ന സംഗ് ആണെങ്കിൽ ഇവൻ വരച്ച സ്റ്റെയറിന്റെ പിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്റെ ഓർമ്മയിൽ വന്നു, ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ കാണാറുണ്ടെന്ന് പറയുന്നതും ഡോക്ടർ ആണെങ്കിൽ പുരോഗതി ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ മറ്റെന്തെങ്കിലും ഓർമ്മ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ അടുത്ത് ഞാനൊരു പെൺകുട്ടിയുടെ പോസ്റ്റർ കണ്ടിരുന്നു. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ എന്തോ എനിക്ക് സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്തു, അതായത് എനിക്ക് എന്തോ ഒരു ഇഷ്ടമൊക്കെ തോന്നി എന്ന് പറയുന്നതും അങ്ങനെ എനിക്ക് ആരെങ്കിലുമൊക്കെ പ്രണയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സംഗിനോട് തീർച്ചയായും എന്നാണ് ഡോക്ടർ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത്. ആ ടൈമിലാണ് യാങ് അങ്ങോട്ടൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതും അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ സംഗിനെയും കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുന്ന സംഗിനോട് ആ ഗസ്റ്റ് തനിക്ക് അറിയാവുന്ന ഒരാളാണെന്നാണ് ഡോക്ടർ അപ്പോൾ പറയുന്നത്. അതായത് അത് കിജുവിനായിരിക്കും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നേരത്തെ കിജുവിനെ മീറ്റ് ചെയ്യാൻ വന്ന ടൈമിൽ ഡോക്ടർ ഇവനോട് പറയുന്നുണ്ട് സംഗിനെ കാണുന്ന ടൈമിൽ സംഗിന് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ വിഷമൊന്നും തോന്നരുത് എന്ന്. കിജുവിനാണെങ്കിലോ ഇതൊക്കെ ആലോചിക്കുന്നതും എനിക്ക് വിഷമൊന്നും തോന്നില്ല എന്ന് പറയുന്ന ഇവൻ ആളെ കാണട്ടെ നല്ലൊരു ഇടി വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന ടൈമിലാണ് സംഘം അങ്ങോട്ട് വരുന്നതും ഇവനെ കാണുമ്പോൾ കിജുവിന് നല്ല വിഷമൊക്കെ വരുന്നുണ്ട്. കിജുവിനാണെങ്കിലോ തന്റെ സങ്കടം സംഘ് കാണേണ്ടെന്ന് കരുതി അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാൻ നോക്കുന്ന ടൈമിൽ സംഘ് ആണെങ്കിൽ ഇവന്റെ ചെല്ലപ്പേര് വിളിക്കുന്നതും ഇവനങ്ങ് സങ്കടം പൊട്ടുന്നുണ്ട്. എന്നെ ഒരിക്കലും തിരിച്ചറിയില്ലെന്ന് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞ് ഇവൻ സംഘിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന യാങ്ങും ഡോക്ടറും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കിജുവിന്റെ അടുത്തേക്ക് വരുന്ന ലീഹയാണെങ്കിൽ എത്ര പ്രാവശ്യം വിളിച്ചു കോളൊന്ന് എടുത്തൂടെ, നിനക്ക് എന്താ ഇത്രയ്ക്കും ബിസി എന്ന് ചോദിക്കുന്നതും അതൊരു സീക്രട്ട് ആണെന്ന് പറയുന്ന കിജുവിനോട് എന്ത് സീക്രട്ട്, അതിപ്പോ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ബ്രേക്കപ്പ് ആകുമെന്ന് പറയുന്ന ടൈമിൽ നിനക്ക് എന്ത് പറഞ്ഞാലും ഈ ബ്രേക്കപ്പിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ, ഞാൻ എൻ്റെ കസിനെ മീറ്റ് ചെയ്തു എന്ന് പറയുന്നതും ആരെ മാസെങ്ങനെയാണോ ആള് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ലീഹയോട് ആള് ഹീലിംഗ് വില്ലേജിലുണ്ടെന്ന് കിജുൻ പറയുന്നതും എന്നിട്ട് ജൂക്കി മീറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇല്ല ആൾക്കൊന്നും ഓർമ്മയില്ല, അപ്പൊ അത് ജൂക്കിക്ക് വിഷമാകുമെന്ന് കിജുൻ പറയുന്നതും അതുകൊള്ളാം അവര് മീറ്റ് ചെയ്യല്ലേ വേണ്ടെന്ന് ലീഹ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ അവരുടനെ തന്നെ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് അല്ലെങ്കിലും ഈ ട്രാജഡീസ് ഒന്നും ഇഷ്ടമല്ല, നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു പറയുന്നതും ലീഹയാണെങ്കിൽ ഇവൻ ഹഗ് ചെയ്യുന്ന ടൈമിൽ എന്റെ സംഗീന്ന് വിളിച്ച് പൊട്ടിക്കരയുന്ന നിഷ്കു കിജുവിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ജൂക്കി ഷൂട്ട് ചെയ്യാൻ വരുന്നത് ഹീലിംഗ് വില്ലേജിലേക്കായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങോട്ട് വരുന്ന മിന്നാണെങ്കിൽ ഇവളോട് പറയുന്നുണ്ട് ഇത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, പക്ഷെ എന്നിട്ടും ചേച്ചിയുടെ ഡ്രാമയാണെന്ന് അറിഞ്ഞപ്പോൾ ഇവരിത് ഓപ്പൺ ചെയ്ത് തന്നു, അതെന്തായാലും നന്നായാലെന്ന് മീൻ ചോദിക്കുന്ന ടൈമിൽ ഇവളൊന്നും പറയുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുന്ന മിന്നിനോട് അങ്ങനെയൊന്നുമില്ല, നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടില്ലേ, അടിച്ചു പൊളിച്ചിട്ടില്ലേ എന്നൊക്കെ ഇവൾ പറയുന്നതും ഞാനത് മറന്നിട്ടുണ്ടായിരിക്കുന്ന വിചാരിച്ചെന്ന് മിന്നവിടെ പറയുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഡയറക്ടർ ആണെങ്കിലോ ഇവളോട് അവിടെ മൊത്തം ഒന്ന് ഒറ്റയ്ക്ക് ചുറ്റിക്കാണാനും അത് ഈ ഡ്രോൺ വെച്ചിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവളിവിടെ മൊത്തം ചുറ്റിക്കാണുന്നതും അവസാനം ആ വാട്ടറിന്റെ സ്റ്റാച്ചുവിന്റെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവള് സംഘ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ തിരിച്ചു വരുമെന്നും അതുപോലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ഓർമ്മ എന്താണെന്ന് അന്ന് സംഘ് ചോദിച്ചിരുന്നു. ഇത് ആലോചിച്ചെടുക്കുന്ന ജൂക്കിയാണെങ്കിൽ നിന്റെ ഒപ്പം ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നതും പെട്ടെന്ന് അതിന്റെ പുറകിലായിട്ട് ആരും ഇരിക്കുന്നത് ഇവള് കാണുന്നുണ്ട്. ഇവളാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുന്ന ടൈമിൽ അത് സംഘായിരിക്കും. പെട്ടെന്ന് ഇവളാകെ ഷോക്കായി നിൽക്കുന്നതും സംഘാണെങ്കിൽ ഇവളുടെ നേരെ വരുന്നുണ്ട്. ഇവനാണെങ്കിലോ ഇതിനെ ഫൗണ്ടെയിൻ ഓഫ് മെമ്മറീസ് എന്നാണ് പറയുന്നത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ പണ്ടുണ്ടായിട്ടുള്ള നിങ്ങളുടെ നല്ല നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ജൂക്കിയാണെങ്കിൽ നിനക്ക് സുഖമാണോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ
ആണെങ്കിലോ എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്നതും ഇവളൊന്നും മിണ്ടുന്നില്ല, ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നമ്മൾ മുന്നേ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സംഗിനോട് ഒരുപാട് മുന്നേ എന്നിവള് പറയുന്നതും ഓ സോറി എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല, എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ഇവൻ പറയുമ്പോഴേക്കും അത് സാരമില്ല, എന്തു പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് ജൂക്കി പറയുന്നതും ഇവളാണെങ്കിൽ കണ്ണിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പം ഇത് കാണുന്ന സംഘാണെങ്കിൽ അങ്ങനെ പറഞ്ഞ ശരിയാവില്ല, നിങ്ങൾക്ക് എന്തോ ബാഡ് മെമ്മറീസ് ആണ് എൻ്റെ അടുത്തുനിന്ന് ഉണ്ടായതെന്ന് തോന്നുന്നു എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഐഡിയൽ ടൈപ്പ് ആയിരുന്നു എന്ന് പറയുന്നതും സംഘാണെങ്കിൽ അതിന് നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് മുന്നേ അല്ലേ മീറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്ന ടൈമിൽ 1 മിനിറ്റേ ആയിട്ടുള്ളൂ എങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി എന്ന് ഇവള് പറയുന്നതും ഇവനാകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ പേര് ജൂക്കി എന്നാണെന്ന് ഇവള് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവനാകെ സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുള്ള ഇവന്റെ ഡയറിയുടെ പേര് ജൂക്കി എന്ന് തന്നെയാണെന്ന് ഇവൻ മനസ്സിലാക്കുന്നതും പെട്ടെന്ന് ഇവന്റെ മൈൻഡിൽ വരുന്നത് ഇവന്റെ അസുഖം ഇവള് മനസ്സിലാക്കിയ ടൈമിൽ അന്ന് മഴയത്ത് വെച്ച് കിസ് ചെയ്തല്ലോ ആ ഒരു രംഗമായിരിക്കും. പെട്ടെന്ന് തന്നെ അവിടെ മഴ പെയ്യുന്നതും ഇവനാണെങ്കിൽ ജൂക്കി എന്ന് വിളിച്ചുകൊണ്ട് ഇവളെ ഹഗ് ചെയ്ത് ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് ജൂക്കിയാണെങ്കിൽ ഈ വിവാഹ ഡ്രസ്സിലൊക്കെ അണിഞ്ഞൊരുങ്ങുന്നതും നഞ്ജുനാണെങ്കിൽ അല്ല നിനക്ക് മടുപ്പൊന്നും തോന്നുന്നില്ല, ഇതിപ്പോ ഈ മാസത്തില് 4ാമത്തെ കല്യാണമാണെന്ന് പറയുന്ന നഞ്ജുവിനോട് എനിക്ക് എക്സൈറ്റ്മെന്റാ തോന്നുന്നത്. അതായത് ഇനി അടുത്ത ആഴ്ചയിൽ ഏത് വെഡിങ് ഡ്രസ്സ് ഇടുന്ന ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുന്ന ജൂക്കിയോട് അടുത്ത ആഴ്ചയിലും കല്യാണം ഉണ്ടോന്നാണ് കേട്ടോ നഞ്ജുവിന്റെ അസിസ്റ്റൻസ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇവളാണെങ്കിലും സംഗിനെ എപ്പോഴും മറക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം ഓർമ്മ വരുന്നത് വരെ ഞങ്ങളിങ്ങനെ കല്യാണം കഴിക്കുമെന്ന് ഇവള് പറയുന്നതും പിന്നീട് സംഗിനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന യാങ്ങിനെയാണ് കാണിക്കുന്നത്. അല്ല കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കല്യാണം ഓർമ്മയേ ഇല്ലെന്ന് ചോദിക്കുന്ന യാങ്ങിനോട് ഇല്ല എന്ന് സംഘു പറയുന്നതും അപ്പൊ അതിന് മുന്നത്തെ ആഴ്ചയിൽ നടന്ന കല്യാണോ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അല്ല ഈ പെൺകുട്ടിയുടെ മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന യാങ്ങിനോട് പിന്നെ ഓർമ്മയില്ലാതെ ഇത്രയും സുന്ദരിയായ അവളെ ഞാൻ എങ്ങനെയാടാ മറക്കുക എന്ന് സംഘം ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ ഷോ എനിക്ക് കുളിര് കോരാന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. നീ എന്താ എന്നെ കളിയാക്കണോ എന്നൊക്കെ ചോദിച്ച് സംഘ് യാങ്ങിനെ അടിക്കുന്നതും ഇതേ ടൈമിൽ അങ്ങോട്ട് വരുന്ന ലീഹയെയും കിഞ്ചുവിനെയും കാണിക്കുന്നുണ്ട്. 4 പ്രാവശ്യം കല്യാണം കഴിച്ച ആൾക്കാരെ എനിക്കറിയാം, പക്ഷെ ഒരു മാസത്തിൽ 4 കല്യാണം കഴിച്ച ആൾക്കാരെ എനിക്ക് അറിയത്തില്ല, ഇത് സംഘിനെ കൊണ്ടേ പറ്റൂ എന്ന് പറയുന്ന കിജുവിനോട് എന്നാലും എന്തായാലും ഓരോ ആഴ്ചയും സംഘ് പ്രപ്പോസ് ചെയ്യുന്നു കല്യാണം കഴിക്കുന്നത്. ഇത് കാണുമ്പോൾ ശരിക്കും എനിക്കും കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് ലീഹ പറയുന്നതും അല്ല നീ എന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, കണ്ടു കഴിഞ്ഞ വല്ല സെലിബ്രിറ്റിയെ പോലെ ഉണ്ടെന്ന് പറയുന്ന ലീഹയോട് ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാ, കാരണം സംഘ് വന്നല്ലോ എൻ്റെ ഈ ചാർജസ് ഒക്കെ ആളെ ഏൽപ്പിക്കാൻ പോവാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ അപ്പൊ നമ്മുടെ മാരേജോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊരു നല്ല സെലിബ്രിറ്റി ആയതിനു ശേഷം എനിക്ക് ഒരുപാട് മില്യൺ ഫാൻസ് ഒക്കെ വരുമല്ലോ അപ്പൊ നടത്താന്ന് പറയുമ്പോൾ നടന്നത് തന്നെ എന്ന് ലീഹ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കിയുടെ ഫാമിലിനെ കാണിക്കുന്നുണ്ട്. അനിയനാണെങ്കിൽ എന്നൊരു ഏജൻസിക്കാരെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അനിയത്തിയാണെങ്കിൽ അവര് നിന്റെ മുഖം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നതും അവിടെ സിഇഒ ജങ്ങും മിന്നൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ജങ് ആണെങ്കിൽ അല്ല ഇവർ ഓരോ പ്രാവശ്യം കല്യാണം കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവർ ഈ കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റ് ഒക്കെ മറന്നിട്ടുണ്ടായിരിക്കും, അതെന്റെ സംശയം എന്ന് ജങ് ചോദിക്കുന്നതും യാങ് ആണെങ്കിൽ അവിടെ വന്ന ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജൂക്കിയെയും സംഗിനെയും ഇൻവൈറ്റ് ചെയ്യുന്നതും ഇവർ വരുന്ന ടൈമിൽ യാങ് ആണെങ്കിൽ 3 പ്രാവശ്യം മാരേജ് കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് ഇനി നിങ്ങളൊക്കെ തന്നെ അങ്ങ് ചടങ്ങ് തുടങ്ങിക്കോ എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും പരസ്പരം പ്രപ്പോസ് ചെയ്ത് ഹഗ് ചെയ്ത് കിസ് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരും ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ വെഡിങ് ഡ്രസ്സിൽ ഒരു ഫോട്ടോ എടുക്കുന്നതും പിന്നീട് ഇവരെല്ലാം പോയതിനു ശേഷം ഇവൻ ഡയറി വായിക്കുന്ന ടൈമിൽ ജൂക്കിയാണെങ്കിൽ ഇത് വീണ്ടും വായിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയതായിട്ടാണ് തോന്നുന്നത്, ഒന്നില്ലെങ്കിലും നമ്മുടെ സ്റ്റോറി അല്ലേ എന്നാണ് ഇവൻ അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ജൂക്കിയാണെങ്കിലോ താൻ പോയതിനു ശേഷം ഞാനും തന്നെ പോലെ ഡയറി ഒക്കെ എഴുതാറുണ്ട്, ഇയാൾ പോയതിനു ശേഷമുള്ള എൻ്റെ എല്ലാ വിഷമങ്ങളും അത് നോക്കിയാൽ മനസ്സിലാകും, അന്ന് എഴുതുമ്പോൾ എനിക്ക് അറിയായിരുന്നു ഇതുപോലത്തെ ഒരു നല്ല ദിവസം വരുമെന്ന്. അപ്പോൾ സംഘ് ആണെങ്കിലോ ഇത് വായിക്കുന്ന ടൈമിൽ എനിക്ക് നിന്നോട് നന്നായിട്ട് പ്രണയം തോന്നുന്നു എന്ന് പറയുന്നതും അല്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നന്നായിട്ട് പൈങ്കിളി അടിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്ന ജൂക്കിയോട് എൻ്റെ ഓർമ്മകളൊക്കെ ബ്രെയിനിലുണ്ട്, അതെനിക്ക് റീകളക്ട് ചെയ്യാൻ എടുക്കാത്തതിന്റെ പ്രശ്നമാണെന്ന് പറയുന്നതും പിന്നീട് ഇവളെ കിസ് ചെയ്യുന്നതായിട്ടുള്ളൊരു സീനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോയിട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എൻജോയ് ചെയ്താലോ എന്ന് ഇവൻ ചോദിക്കുന്നതും അയ്യടാ ഇയാൾക്ക് എന്താ ഭ്രാന്ത് ഉണ്ടെന്ന് ചോദിക്കുന്ന ജൂക്കിയോട് എനിക്ക് നിന്നോട് നല്ല ഭ്രാന്ത് ഉണ്ടെന്ന് സംഘ് പറയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവർ കിസ് ചെയ്യുന്ന ടൈമിൽ അവിടെ എഴുതി കാണിക്കുന്നത് സംഘ് പറയുന്നത് നമുക്ക് ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യുമ്പോൾ അത് പുതിയൊരു ദിവസമായിട്ട് തോന്നുമെന്നാണ്. ഇതേ ടൈമിൽ ജൂക്കിയുടെ റിപ്ലൈ എന്നോണം അവിടെ എഴുതി കാണിക്കുന്നത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, നമുക്കും മറ്റെല്ലാവരെ പോലെ ഒരു ദിവസം അത് നല്ല സന്തോഷമുള്ള നല്ല സമാധാനമുള്ള ഒരു ദിവസം വരുമെന്ന് പ്രതീക്ഷയുണ്ടെന്നാണ് എഴുതി കാണിക്കുന്നത്. അങ്ങനെ സീരീസ് അവസാനിക്കുമ്പോൾ ഈ തീം സോങ്ങില് ചെയർവുമൺ പാട്ട് പാടിയിട്ട് വരുന്നുണ്ട്. അതുപോലെ ചെയർവുമണിന്റെ 3 സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർ ജയിൽ യൂണിഫോമിൽ വരുമ്പോൾ കിമ്മും ജയിൽ യൂണിഫോമിൽ തന്നെയായിരിക്കും വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും പാട്ട് പാടുന്നതും എല്ലാവരും ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. അതായത് ഒരു ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പി എൻഡിങ് ആണല്ലേ. സാധാരണ ഒരു അസുഖം വരുന്നു അത് മാറുന്നു എന്നൊക്കെയാണ് കാണിക്കാറ്, എന്നാൽ ഇവിടെ ഈ അസുഖം എന്നേക്കായിട്ട് മാറില്ലല്ലോ. പക്ഷേ നമുക്ക്
അതൊരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ അസുഖം വരുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ മാറ്റി നിർത്താറില്ലല്ലോ, പകരം ചേർത്ത് പിടിക്കുമല്ലേ. അതായത് ഇങ്ങനെയും ഒരു പ്രണയം കൊണ്ടുപോകാം എന്നൊക്കെ ഈ ഒരു സീരീസിലൂടെ കാണിക്കുന്നുണ്ട്. ഡോക്ടർ യൂൻ ഇവന് ശരിക്കും ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് വളരെ മോശമായിരുന്നു ഇവന്റെ അവസ്ഥ പഴയതുപോലെ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോഴും അസുഖം പൂർണ്ണമായിട്ട് മാറി എന്നല്ല പറയുന്നത്, എന്നാലും വളരെ മോശമല്ലാത്ത രീതിയിൽ എത്തുന്നത് ഡോക്ടർ യൂനിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ആൾക്ക് കുറ്റബോധം തോന്നിയതിനു ശേഷമായിരിക്കും. എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ക്രിഞ്ചായിട്ടുള്ള എല്ലാ ഒരു റൊമാൻറ്റിക് സീരീസിനൊക്കെ പോലെ ആയിരിക്കും എന്നാണ് വിചാരിച്ചതെങ്കിലും പതിയെ പതിയെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സീരീസ് വരുന്നുണ്ട്. അതായത് നായിക എങ്ങനെയാണ് കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അവളുടെ പേര് ക്ലിയർ ആക്കി വരിക എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ബിസിനസ് രംഗത്തെ കളികൾ അതൊക്കെ നന്നായി കാണിച്ചുകൊണ്ട് അതായത് ഈ സീരീസിന്റെ ഉടനീളം നമുക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇവന്റെ ഈ രോഗാവസ്ഥയൊക്കെ കാണുമ്പോൾ അതുപോലെ ഇവർ വേർപിരിയുന്ന ടൈമിലൊക്കെ ശരിക്കും നമ്മളെ വിഷമിപ്പിക്കാനും ഈ റൈറ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷേ അവസാനം ഇവരൊന്നാകുന്നതിലൂടെ ഒരു ഹാപ്പി മൂഡും കിട്ടുന്നുണ്ട് അല്ലേ. അതായത് തീർച്ചയായും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൊമാൻറ്റിക് കോമഡി സീരീസാണ് ഡെവിളിഷ് ജോയ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചുമ്മാ കണ്ടുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ. നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഒക്കെ ചെയ്യുമ്പോഴല്ലേ എനിക്ക് ഇനിയും സീരീസൊക്കെ ചെയ്യാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ഇനിയും മറ്റൊരു അടിപൊളി സീരീസ് ആയിട്ട് വരുന്നതാണ്. താങ്ക്